ദ പെറ്റ് ഡിറ്റക്റ്റീവ് ആൻഡ് അഡ്വഞ്ചർ കോമഡി ത്രില്ലർ ബൈ പ്രനീഷ് വിജയൻ. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, വിജയരാഘവൻ, വിനായകൻ ഇവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസും ശ്രീ ഗോകുൽ മൂവീസുമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രാജേഷ് മുരുകേശനാണ് ഈ സിനിമയുടെ കമ്പോസർ. തൻ്റെ കാമുകിയെ കൈക്കലാക്കാൻ വേണ്ടി നായകൻ തൻ്റെ അച്ഛൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അവിടെ നിന്ന് അയാൾ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് അറിയപ്പെടുന്നു. ടോണി ജോസ് ആലുല എന്ന പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കേസുകളിൽ ഒരു അന്താരാഷ്ട്ര സ്മഗ്ലേഴ്സിൻ്റെ കേസ് വരികയാണ്, ഒരു കിഡ്നാപ്പിംഗ് കേസ്. ഇതിലെനിക്ക് വിജയരാഘവൻ സാറിൻ്റെ ക്യാരക്ടർ കിട്ടില്ല ക്യാരക്ടർ അത് പ്രതീക്ഷിച്ചില്ല. അത് അവസാന ക്ലൈമാക്സ് നല്ല വൃത്തിക്ക്, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് ഇതിൽ വന്നിരിക്കുന്നത്. മൂവിയിൽ ഫുള്ള് ലൊക്കേഷൻ കാണിക്കുന്നത് കൊച്ചിയാണ്. പിന്നെ ഇവരുടെ ഒരു ഫൈറ്റ് സീൻസ് ഉണ്ട്, അത് കിട്ടില്ലായിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അനുപമയുടെ ആ ഒരു കിക്ക്, ഒരു ലെഗ് കിക്ക്, അത് അടിപൊളിയാണ്. അത് പ്രതീക്ഷിച്ചില്ല. എല്ലാം കൊണ്ടും ഓൾമോസ്റ്റ് നല്ലൊരു സൂപ്പർ ഫിലിം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ സിനിമ ഇപ്പോൾ ZEE5 മലയാളത്തിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ്. നായകൻ്റെ മുമ്പത്തെ സിനിമകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണും, പല പല പാറ്റേണിലുള്ള സിനിമകളാണ്. പക്ഷേ ഇതും വേറൊരു പാറ്റേണുള്ള സിനിമയാണ്. കോമഡി ചെയ്യാനും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനായിട്ടും നമ്മുടെ നായകന് പറ്റും. ആ ഒരു സിനിമയാണിത്. ഓഡിയൻസിൻ്റെ ലെവൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രീൻ പ്ലേ ആണ് ഇതിലവർ കൊണ്ടുവന്നിരിക്കുന്നത്. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ, പക്ക 2 മണിക്കൂറുള്ളൂ. അത് തന്നെ ധാരാളമൊന്നുമല്ല. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. വാച്ച് നൗ ഇൻ ZEE5 മലയാളം. ടോണിയുടെ യഥാർത്ഥ തന്ത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കും അറിയണമെങ്കിൽ go to watch.